നമസ്കാരം. ജീവൻ ടിവിയുടെ മാന്യ പ്രേക്ഷകർക്ക് എന്റെ വീട് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്നും പതിവ് പോലെ 2 ഭാഗങ്ങൾ, മൈ ഹോം ആൻഡ് ബിൽഡ് ബെറ്റർ ഹൗസസ്. മൈ ഹോമിൽ നാം എത്തിയിരിക്കുന്നത് വരയിലൂടെ ദേശത്തിന്റെയും ഭാഷയുടെയും അതിർവരമ്പുകൾ ഭേദിച്ചുകൊണ്ട് കൊച്ചി മുസ്ലിംസ് ബിനാലെ 2012 കേരളത്തിന് ലോകജാലകം തുറന്നുകൊടുക്കുകയും ചെയ്ത ലോകപ്രശസ്ത ചിത്രകാരൻ ശ്രീ ബോസ് കൃഷ്ണമാചാരിയുടെ അദ്ദേഹം ഡിസൈൻ ചെയ്ത തറവാട്ട് വീട്ടിലാണ്. സ്നേഹത്തിന്റെ കയ്യൊപ്പ് കൊണ്ട് അനുജന് സമ്മാനിച്ച ആ വീടിന്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ അദ്ദേഹം നമ്മളോടൊപ്പമുണ്ട്. സ്വാഗതം സാർ എൻ്റെ വീട്ടിലേക്ക്. തിരക്കിനിടയിലും വീടിന്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ ഞങ്ങളോടൊപ്പം കൂടിയതിൽ ആദ്യമേ തന്നെ ഞങ്ങളുടെ സന്തോഷം ഞങ്ങൾ അറിയിക്കുകയാണ്. ഗ്രാമത്തിന്റെ നന്മകളിലേക്ക് സ്നേഹത്തിന്റെ കയ്യൊപ്പ് പതിപ്പിച്ചൊരു വീട്. ലോകപ്രശസ്ത ചിത്രകാരൻ ബോസ് കൃഷ്ണമാചാരി അങ്കമാലിക്കടുത്ത് മങ്ങാട്ടുകരയിൽ തന്റെ അനുജൻ മോഹനന് സമ്മാനിച്ച വീടിനെ അങ്ങനെ വിശേഷിപ്പിക്കാം. 3600 ചതുരശ്ര അടി വിസ്തീർണത്തിൽ 2 നിലയിലായി പണികഴിപ്പിച്ചിരിക്കുന്ന വീട് ഒരു ശില്പം കൂടിയാണ്. ബിസാസ കൊണ്ട് ചിത്രപ്പണികൾ ചെയ്ത കോമ്പൗണ്ട് വാളിൽ തുടങ്ങുകയായി നിറങ്ങളുടെ സ്നേഹാർദ്രമായ സഹയാത്ര. പ്രത്യേകമായി ഡിസൈൻ ചെയ്തിരിക്കുന്ന ഗേറ്റിലും വീടിന്റെ ഡിസൈനുകളുടെ തുടർച്ച കാണാം. റോഡിൽ നിന്ന് ഇടതൂർന്ന പച്ചപ്പുകൾക്കിടയിലൂടെ വീടിന്റെ കാഴ്ച അപൂർണമാണ്. ഹൃദയഹാരിയായ ഓർമ്മകളുടെ കരിങ്കൽ പാകിയ വഴിയിലൂടെ വേണം വീടിന്റെ ആത്മാവിലേക്ക് നടന്നു കയറാൻ. ഇരുവശങ്ങളിലും കരിങ്കലിനെ പുണർന്നു നിൽക്കുന്ന പച്ചപ്പ് വീടിന്റെ മുറ്റം വരെ നീണ്ടുകിടക്കുന്നു. കരിങ്കലുകൾക്കിടയിൽ പുല്ലുവിരിച്ച് കാണപ്പെടുന്ന വഴിയിലും മുറ്റത്തിലുമെല്ലാം പഴമയുടെ കാൽപ്പാടുകൾ പതിഞ്ഞു കിടക്കുന്നുണ്ട്. തറവാടിന്റെ ഐശ്വര്യത്തെ വിളംബരം ചെയ്യുന്ന തുളസിത്തറയുടെ കരിങ്കൽ ഭാവത്തിലുമുണ്ട് ചിത്രകാരന്റെ വിരൽ സ്പർശം. ബോസ് കൃഷ്ണമാചാരിയെ സംബന്ധിച്ചിടത്തോളം അച്ഛൻ, അമ്മ, നാട് തുടങ്ങിയ ഓർമ്മകൾക്ക് ഒരു അടയാളപ്പെടുത്തൽ കൂടിയാണ് വീട്. ഈ വീട് ഒരു കേരളീയ പാരമ്പര്യ ശൈലിയിൽ നിന്ന് തികച്ചും വിഭിന്നമായിട്ടാണ് താങ്കൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എന്താണ് ഇങ്ങനൊരു ഡിസൈൻ സ്വീകരിക്കാനുള്ള കാരണം? അതിനോട് എനിക്ക് യോജിപ്പില്ല കേട്ടോ. ഈ വീട് ഡിസൈൻ ചെയ്തത് പാരമ്പര്യത്തിന്റെ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടാണ്. ഫസ്റ്റ് ഓഫ് ഓൾ വാസ്തു. അപ്പോൾ വാസ്തു എന്ന് പറയുന്നത് തന്നെ പാരമ്പര്യത്തിന്റെ ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള ആദ്യകാലത്തെ ഒരു സയൻസാണ്. ഓക്കെ, ദാറ്റ് ഐ ഹാവ് ടേക്കൺ. പിന്നെ ഇഫ് യു ലുക്ക് അറ്റ് ദറ്റ് വീടിന്റെ പെയിന്റിങ്ങുകൾ എടുത്താലും കാർപ്പൻട്രി എടുത്താലും കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പൗരാണികമായിട്ടുള്ള ഒരു കൾച്ചറൽ എവിഡൻസ് ഈസ് മ്യൂറൽ. ആ മ്യൂറൽ തന്നെ ഐ അഡോപ്റ്റഡ് ദാറ്റ് ഇൻ ദിസ് വൺ ഓഫ് ദ വാൾസ്. പിന്നെ വിഷ്വലി ഐ അഗ്രി ദാറ്റ് ഐ വാണ്ടഡ് എ ഡിഫറെന്റ് കൈൻഡ് ഓഫ് ഫീൽ ടു ദിസ് പ്ലേസ്. നീല, മഞ്ഞ, ഓറഞ്ച് പുറമേ നിന്ന് നോക്കിയാൽ നമുക്ക് കൂടുതലായൊന്നും വ്യക്തമാവുകയില്ല. എങ്കിലും ചില നിറങ്ങൾ നമ്മെ വീട്ടിനകത്തേക്ക് ക്ഷണിക്കും. കൗതുകം നിറഞ്ഞൊരു മനസ്സോടെ മാത്രമേ ചെമ്പകശ്ശേരി വീടിന്റെ ഹൃദയത്തെ നമുക്ക് തൊട്ടറിയുവാൻ കഴിയുകയുള്ളൂ. വീടിനെക്കുറിച്ചുള്ള നമ്മുടെ സങ്കല്പങ്ങൾ വീടിന് ഉമ്മറത്ത് അഴിച്ചുവെച്ച് വേണം നമുക്ക് വീടിനകത്ത് പ്രവേശിക്കാൻ. ആകാശവാണിയിൽ ഡബ്ബിംഗ് ആർട്ടിസ്റ്റും സിവിൽ എഞ്ചിനീയറുമായ മോഹനും
ഭാര്യ തങ്കവും കുട്ടികളുമാണ് ഈ വീട്ടിൽ താമസിക്കുന്നത്. കൊച്ചി മുസിരിസ് ബിനാലയുടെ പ്രവർത്തനങ്ങളുമായി ബോസ് കൃഷ്ണമാചാരി കുടുംബസമേതം ചെമ്പകശ്ശേരി വീട്ടിലെത്തിയതോടെ ആകെ സന്തോഷത്തിലാണ് മോഹനനും കുടുംബവും. ആധുനികവും പാരമ്പര്യവുമായ ശൈലികളുടെ തികച്ചും പുതുമയാർന്ന സംയോജനമാണ് ഈ വീട്. വീടിനെക്കുറിച്ച് നാം സൂക്ഷിക്കുന്ന സാമ്പ്രദായിക കാഴ്ചപ്പാടുകൾ പലതും സോപ്പ് കുമിളകൾ പോലെ പൊട്ടിത്തെറിച്ചില്ലാതാകുന്നത് നമുക്കറിയുവാൻ കഴിയും. അനവധി ആശയതലങ്ങൾ ഒളിപ്പിച്ചുവെച്ച ഒരു ചിത്രം പോലെ ഭ്രമാത്മകമാണ് ബോസ് കൃഷ്ണമാചാരി രൂപകൽപ്പന ചെയ്ത വീടും. ഭൂമിയിൽ നിന്ന് 13 അടി ഉയർത്തിയാണ് വീട് പണിതിരിക്കുന്നത്. പതിവിൽ കവിഞ്ഞ ഉയരമുണ്ട് ചുമരുകൾക്കും റൂഫിനും. വീടിന്റെ രൂപഭാവങ്ങളോട് ലയിച്ചു നിൽക്കുന്ന വിധത്തിലാണ് കാർപോർച്ച് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കാർപോർച്ചിന് മുകളിലായി ഗ്ലാസിൽ തീർത്ത ബോസ് കൃഷ്ണമാചാരിയുടെ പെയിന്റിംഗിലെ വർണ്ണവൈവിധ്യം അകത്തളങ്ങളിലുടനീളം നമുക്ക് കാണാൻ കഴിയും. കരിങ്കല്ലിന്റെ രൂപമാറ്റങ്ങൾ നിറഞ്ഞ ഉമ്മറത്തേക്ക് കയറുന്ന സ്റ്റെപ്പുകൾക്ക് ഇരുവശത്തായി ഓട്ടുമണിയും തൂക്കുവിളക്കും കൊടുത്തിരിക്കുന്നത് കുലീനമായ നമ്മുടെ പൈതൃകത്തെ ഓർമ്മപ്പെടുത്തും. ആദ്യകാലങ്ങളിൽ എൻ്റെ മുത്തശ്ശന്മാരുണ്ടാക്കിയ ഈ തറവാട് ഇതിൻ്റെ മുമ്പ് എനിക്ക് തോന്നിയത് എല്ലാ റൂമുകളും ചെറിയ റൂമുകളും ഓൾമോസ്റ്റ് 7-8 റൂംസ് ഉണ്ടായിരുന്നു. എല്ലാ റൂമുകളും ചെറിയ റൂമുകളും ഇരുട്ട് കയറിയ റൂമുകളും അങ്ങനെയൊക്കെ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഐ വാണ്ടഡ് ടു മേക്ക് എനിക്കൊരു വായുസഞ്ചാരവും ലൈറ്റും കൂടുതൽ കടക്കത്തക്ക വിധത്തിൽ ഒരു വീടുണ്ടാക്കണമെന്ന് ആഗ്രഹം ഉണ്ടായതുകൊണ്ടാണ് ഇങ്ങനെയൊരു ഡിസൈൻ നമ്മൾ തയ്യാറാക്കിയത്. ഒരു ദിവസം കൊണ്ടാണ് ഇതിന്റെ ഡിസൈൻ തയ്യാറാക്കി അനുജന് ഞാൻ കൊടുത്തത്. എന്റെ വീടിൽ ഇനി ചെറിയൊരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കാണാം. വീണ്ടും സ്വാഗതം എന്റെ വീട്ടിലേക്ക്. കരിങ്കൽ ചാരുബെഞ്ചുകൾ സ്ഥാപിച്ച ഉമ്മറത്തിരിക്കുമ്പോൾ കൂത്തമ്പലത്തിലിരിക്കുന്ന പ്രതീതിയാണ് നമുക്ക് അനുഭവപ്പെടുക. അക്ഷരമാല ആലേഖനം ചെയ്തിരിക്കുന്ന പീഠം നമ്മുടെ ഭാഷയുടെ പരിണാമത്തെ കുറിക്കുന്നു. വീടിന്റെ അകക്കാഴ്ചകളിലേക്ക് നമ്മുടെ കണ്ണുകളെ നയിക്കുന്ന ഈട്ടിത്തടിയിൽ തീർത്ത തുറന്ന വാതായനത്തിലും പ്രധാന ഗേറ്റിന്റെ ഡിസൈൻ തുടർച്ച നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ മുറ്റത്തു നിന്നും ഉമ്മറത്തേക്ക് പ്രവേശിക്കുമ്പോൾ വലതുവശത്തായി കാണപ്പെടുന്ന മ്യൂറൽ പെയിന്റിംഗും നവ്യമായ ഒരു അനുഭവമാണ് നമുക്ക് പകർന്നു തരിക. ശ്രീകൃഷ്ണന്റെ ബാലലീലകൾ ആലേഖനം ചെയ്തിരിക്കുന്ന 12x12 അടി വലിപ്പത്തിലുള്ള മ്യൂറൽ പെയിന്റിംഗ് ഒരു സംസ്കാരത്തിന്റെ വെളിപ്പെടുത്തൽ കൂടിയാണ്. കൂത്തമ്പലത്തിന്റെ ദൈവീകതയിൽ നിന്നും കാറ്റും വെളിച്ചവും നൃത്തം വയ്ക്കുന്ന അകത്തളത്തിന്റെ സ്വർഗീയതയിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. കണ്ണുകളിൽ വിരന്നൂട്ടുന്ന പ്രധാന വാതിൽ തുറന്ന് അകത്തളത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അത്ഭുത ലോകത്തെത്തിയ പോലെ ഒരു നിമിഷം നാം സ്തംഭിച്ചു നിന്നു പോകും. ചുവരുകളിലെ ചിത്രങ്ങളും നടുമുറ്റവും ഡൈനിങ്ങിലെ വർണ്ണാഭയുമെല്ലാം ഒരേ വേഗത്തിൽ വന്ന് നമ്മുടെ കണ്ണുകളിൽ നിറയും. ലിവിംഗും ഡൈനിങ്ങും ഒന്നിക്കുന്ന അകത്തളം സ്വപ്നതുല്യമാണ്. എല്ലായ്പ്പോഴും കാറ്റും വെളിച്ചവും ഒഴുകി നിറയുന്ന വിധത്തിലാണ് അകത്തളം ക്രമീകരിച്ചിരിക്കുന്നത്. പ്രധാന വാതിലടക്കം വീടിനകത്തെ വാതിലുകളെല്ലാം പ്രത്യേകമായി ഡിസൈൻ ചെയ്തെടുത്തതാണ്. നീളൻ ഹാൻഡിലുകൾ ഘടിപ്പിച്ചിരിക്കുന്ന വാതിലുകൾക്ക് ഡ്യൂക്കെ പെയിന്റാണ് ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. അകത്തളത്തിന്റെ മുഖ്യ ആകർഷണീയത മഴ നിറയുന്ന നടുമുറ്റമാണ്. നടുമുറ്റത്തെക്കുറിച്ചുള്ള നമ്മുടെ പരമ്പരാഗത കാഴ്ചപ്പാടിനെ പുതുമ നിറഞ്ഞ മറ്റൊരാശയം കൊണ്ട് ബോസ് പൊളിച്ചെഴുതിയിട്ടുണ്ട്. നടുമുറ്റത്ത് നൃത്തം ചെയ്യുന്ന മത്സ്യങ്ങളുടെ കാഴ്ച ഹൃദയഹാരിയാണ്. പടിക്കെട്ടുകൾ കൊടുത്തിരിക്കുന്ന നടുമുറ്റത്തിന്റെ തൂണുകൾ ബിസാസ ഉപയോഗിച്ചാണ് മനോഹരമാക്കിയിരിക്കുന്നത്. നടുമുറ്റത്തിന് നേരെയായി കൊടുത്തിരിക്കുന്ന ഊഞ്ഞാൽ കട്ടിൽ നിർമ്മാണ രീതി കൊണ്ട് നമ്മുടെ ശ്രദ്ധ കവരും. തടിയുടെയും കൊറിയൻ മെറ്റീരിയലിന്റെയും സമന്വയമാണ് ഊഞ്ഞാൽ കട്ടിലിൽ കാണാൻ കഴിയുക. അതിനു പിന്നിലായി പുറത്തേക്ക് ഒരു വാതിൽ കൊടുത്തിട്ടുണ്ട്. ചെമ്പകശ്ശേരി വീടിനെ വർണ്ണാഭമാക്കുന്നതിൽ കൊറിയൻ മെറ്റീരിയൽ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഫർണിച്ചറുകൾക്ക് പ്രത്യേക പങ്ക് തന്നെയുണ്ട്. നടുമുറ്റത്തിനും ഡൈനിങ്ങിനും ഇടയിലായിട്ടാണ് ലിവിംഗ് ഒരുക്കിയിട്ടുള്ളത്. കൊറിയൻ മെറ്റീരിയൽ കൊണ്ടുള്ള ലിവിംഗിലെ ഫർണിച്ചറിലും ബോസ് ടച്ച് പ്രകടമാണ്. ചെമ്പകശ്ശേരി കുടുംബാംഗങ്ങളുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങളാണ് ലിവിംഗിനെ ആകർഷണീയമാക്കുന്നത്. ഇതിനു പുറമെ ചെമ്പകശ്ശേരി വീട്ടിലെ ചുവരുകളിൽ നിറയെ കലയോടും കലാകാരന്മാരോടുമുള്ള ആഭിമുഖ്യം കാണാൻ സാധിക്കും. നടുമുറ്റത്തോട് ചേർന്ന് ഫൈബർ വഞ്ചി ഒരുക്കി അതിൽ അബ്സ്ട്രാക്ട് പെയിന്റിംഗ് ചെയ്ത ഇന്റീരിയറിന്റെ ഭാഗമാക്കിയിട്ടുണ്ട്.
കറുപ്പിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് മെറൈൻ പ്ലൈവുഡ് ഉപയോഗിച്ചാണ് ഫാൾ സീലിംഗ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിനോട് ലയിച്ചു നിൽക്കുന്നുണ്ട് ലൈറ്റിംഗ് ക്രമീകരണങ്ങളും. ലിവിംഗിന് അഭിമുഖമായി പ്രധാന വാതിലിനോട് ചേർന്നാണ് TV സ്റ്റാൻഡ് കം ഷെൽഫ് ഒരുക്കിയിരിക്കുന്നത്. ഭാഷയുടെ അതിർവരമ്പുകൾ ഭേദിക്കുന്ന പുസ്തകങ്ങളാണ് ഷെൽഫിനെ സമ്പന്നമാക്കുന്നത്. അകത്തളത്തിന്റെ ഭാഗമാണെങ്കിലും വേറിട്ട വ്യക്തിത്വം പ്രകടമാകുന്ന വിധത്തിലാണ് ഡൈനിങ് ഏരിയ ഡിസൈൻ. വെയിൽ നാളങ്ങൾ ചിത്രപ്പണി ചെയ്യുന്ന ചുമരും ഡൈനിങ് ടേബിളുമെല്ലാം തികച്ചും പുതുമ നിറഞ്ഞ കാഴ്ചകളാണ്. ഡൈനിങ് ഏരിയയ്ക്ക് മുകളിലായി 1 ഇഞ്ച് കനത്തിൽ ഗ്ലാസിട്ടാണ് ഡൈനിങ്ങിലേക്ക് പ്രകാശത്തെ ആനയിച്ചു കൊണ്ടുവന്നിരിക്കുന്നത്. നിലാവും നക്ഷത്രങ്ങളും പൂത്തിറങ്ങുന്ന രാത്രിയിൽ ഇവിടത്തെ അത്താഴം സ്വപ്നതുല്യമായ അനുഭവം തന്നെയാണ്. കറുപ്പിന്റെയും വെളുപ്പിന്റെയും ഓറഞ്ചിന്റെയും എല്ലാം മേലനമാണ് കൊറിയൻ ഫർണിച്ചറുകളിൽ പ്രകടമാകുന്നത്. ഡൈനിങ്ങിന്റെ അന്തരീക്ഷത്തിന് വ്യക്തിത്വം പകർന്നു നൽകുന്നുണ്ട് പ്രത്യേകമായി രൂപപ്പെടുത്തിയിരിക്കുന്ന ലൈറ്റുകളും. ഡൈനിങ് ഏരിയയുടെയും ലിവിംഗിന്റെയും ഓരത്തായിട്ടാണ് വാഷ് ബേസിൻ കൊടുത്തിട്ടുള്ളത്. ഗ്ലാസ് ബ്ലോക്കുകൾ കൊടുത്തിരിക്കുന്നത് വാഷ് ബേസിൻ ഏരിയയ്ക്ക് തികച്ചും സ്വതന്ത്രമായ അസ്തിത്വം കൊടുത്തിട്ടുണ്ട്. വാഷ് ബേസിൻ ഏരിയയ്ക്കും ഡൈനിങ്ങിനും മധ്യത്തിലായാണ് വീടിന് പുറത്തേക്കുള്ള പച്ച നിറത്തിലുള്ള വാതിൽ കൊടുത്തിട്ടുള്ളത്. ഗ്ലാസ് ബ്ലോക്കുകളിൽ സൂര്യപ്രകാശം കവിത തീർക്കുന്ന ഈ അടുക്കളയിലും ഒരു കലാകാരന്റെ കയ്യൊപ്പ് നമുക്ക് കാണാൻ കഴിയും. കലയ്ക്ക് അതിരുകളേയില്ല, നമ്മുടെ രുചികൾ പോലെ. സൂര്യപ്രകാശത്തിന്റെ മഴവിൽ വിരലുകളെ മനോഹരമായി ഉപയോഗപ്പെടുത്തിയാണ് സെമി ഓപ്പൺ കിച്ചൺ നിർമ്മിച്ചിട്ടുള്ളത്. ഇത് സാധ്യമാക്കുന്നതാകട്ടെ ഗ്ലാസ് ബ്ലോക്കുകളുടെ അപൂർവമായ ഡിസൈൻ പാറ്റേണും. ചെമ്പകശ്ശേരി വീട്ടിലുടനീളം പ്രകടമാകുന്ന ഉയരക്കൂടുതൽ നന്നായി പ്രതിഫലിക്കുന്ന ഇടം കൂടിയാണ് അടുക്കള. ഈ ഉയരക്കൂടുതൽ അടുക്കളയുടെ വിസ്തൃതിയെ ഇരട്ടിയാക്കുന്നുണ്ട്. ആധുനിക സൌകര്യങ്ങളോടുകൂടിയ അടുക്കളയുടെ കബോർഡുകളുടെ നിർമ്മാണത്തിനും കൊറിയൻ മെറ്റീരിയലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. കറുപ്പും വെളുപ്പും നീലയുമെല്ലാം ഇഴചേരുന്ന ടൈലിന്റെ സാന്നിധ്യം വീടിന് ഭ്രമാത്മകമായ നിറങ്ങളോടുള്ള ആരാധനയാണ് വെളിപ്പെടുത്തുന്നത്. അടുക്കളയുടെ മധ്യത്തിലായാണ് പാൻട്രി ഏരിയ കൊടുത്തിട്ടുള്ളത്. തറവാടിന്റെ ഓർമ്മകളുടെ അനുരണനങ്ങൾ സൃഷ്ടിച്ച് ഒരു പത്തായപ്പെട്ടുകൂടി അടുക്കളയുടെ ഭാഗമാക്കിയിട്ടുണ്ട്. താഴത്തെ നിലയിൽ 3 ബെഡ്റൂമുകളാണ് ചെമ്പകശ്ശേരി വീടിൽ ഒരുക്കിയിരിക്കുന്നത്. ബെഡ്റൂമിലെ പതിവ് കാഴ്ചയായ കട്ടിൽ പുതുമയാർന്ന രീതിയിലാണ് ഒരുക്കിയിട്ടുള്ളത്. തറയിൽ നിന്നും 1 അടി ഉയരത്തിൽ പിസാസ കൊണ്ട് ഫ്രെയിം ഒരുക്കി അതിന് നടുവിലായിട്ടാണ് ബെഡ് ക്രമീകരിച്ചിരിക്കുന്നത്. ഷോളിന് ഉപയോഗിക്കുന്ന വ്യത്യസ്ത കളറുകളിലുള്ള തുണി ഉപയോഗിച്ചാണ് നീളൻ ജാലകങ്ങൾക്ക് കർട്ടനൊരുക്കിയിട്ടുള്ളത്. കട്ടിലിനോട് ചേർന്നാണ് ഡ്രസ്സിംഗ് മിറർ കൊടുത്തിട്ടുള്ളത്. പ്രത്യേകമായി ഇരിപ്പിടം കൊടുത്താണ് AC-ക്ക് സ്ഥാനം കണ്ടെത്തിയിരിക്കുന്നത്. നിറങ്ങളുടെ മിശ്രണം കൊണ്ട് മനോഹരമായ കിടപ്പറയുടെ വാർഡ്രോബിലുമുണ്ട് പുതുമകൾ. ബിസാസ ടോപ്പായി ഉപയോഗിച്ചിരിക്കുന്ന വാർഡ്രോബ് കിടപ്പറയുടെ സ്റ്റോറേജ് സ്പേസ് വർദ്ധിപ്പിക്കുന്നു. ശില്പഭംഗി നിറഞ്ഞ ഈ ഗോവണി നമ്മുടെ ഹൃദയതാളമായി മാറുന്നത് മുകളിലത്തെ നിലയിലേക്ക് വളരുന്ന ജിജ്ഞാസ കൊണ്ടാണ്. അവിടെ നമ്മളെ കാത്തിരിക്കുന്നത് സ്വപ്നതുല്യമായ മറ്റൊരു ദ്വീപാണ്. നടുമുറ്റത്തിനോട് ചേർന്നുള്ള സ്റ്റെയർകേസ് കയറി വേണം മുകൾ നിലയിലേക്ക് എത്താൻ. ജാമതീയ രൂപങ്ങളുടെ ഭാവപ്പകർച്ചകളാണ് ഈട്ടിയിൽ തീർത്ത വാതായനങ്ങൾ എന്ന പോലെ ഗോവണിയുടെ റെയിലിംഗിലും കാണാൻ സാധിക്കുക. സ്റ്റെയർകേസിന്റെ കൈവരികളിലൂടെ കൈകളോടിച്ച് ഒഴുകിയിറങ്ങുന്ന പതിവ് ശീലങ്ങൾ മാറ്റിവെച്ചു വേണം ചെമ്പകശ്ശേരി വീടിന്റെ സ്റ്റെയർകേസ് ഇറങ്ങാൻ. പടിക്കെട്ടുകൾ കയറി ചെല്ലുമ്പോൾ നമ്മെ ആകർഷിക്കുക ഒരു വശത്തായി കൊടുത്തിരിക്കുന്ന പരിചയുടെ രൂപത്തിലുള്ള ലൈറ്റായിരിക്കും. സ്റ്റെയർകേസ് അവസാനിക്കുന്നിടത്ത് വിസ്മയങ്ങളിലേക്ക് തുറക്കുന്ന 2 വാതിലുകൾ കാണാം. ഒരു വാതിൽ തുറക്കുന്നത് വിശാലമായ ഹോം തിയേറ്ററിലേക്കും മറ്റൊന്ന് ടെറസിലേക്കുമാണ്. ഹോം തിയേറ്ററിന്റെ വാതിൽ തുറക്കുമ്പോൾ നമ്മെ എതിരേൽക്കുക തമസോമ ജ്യോതിർഗമയ എന്ന ബോസിന്റെ ചിത്രമാണ്. ചിത്രങ്ങൾ കൊണ്ട് സമ്പന്നമാണ് ഈ ഹോം തിയേറ്റർ. ഏകദേശം 18 അടി നീളവും 13 അടി വീതിയുമുള്ള ഹോം തിയേറ്റർ വീടിന്റെ ഉയരക്കൂടുതലിനെ മനോഹരമായാണ് ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. പെട്ടെന്ന് കണ്ണിൽപ്പെടാത്ത വിധം ലൈറ്റ് ബോക്സിലാണ് പ്രൊജക്ടർ ഉറപ്പിച്ചിരിക്കുന്നത്. പഴയ ഗ്രാമഫോൺ, റെഫ്രിജറേറ്റർ, ലൈറ്റിംഗ് സംവിധാനത്തിൽ ഒരുക്കിയിരിക്കുന്ന ഷെൽഫ്, ബോസ് സ്വന്തമായി ഡിസൈൻ ചെയ്ത ഇരിപ്പിടങ്ങൾ തുടങ്ങിയവ ഹോം തിയേറ്ററിലെ അന്തരീക്ഷത്തിന് കുലീനത പകർന്നു നൽകുന്നു. ഹോം തിയേറ്ററിനോട് ചേർന്ന 2ാമത്തെ വാതിൽ കടന്ന് നാം ചെല്ലുക ടെറസിലേക്കാണ്. ഭിത്തിയിൽ ബോസിന്റെ ടൈലിൽ തീർത്ത പെയിന്റിംഗും കാനായി കുഞ്ഞിരാമന്റെ യക്ഷിയുമെല്ലാം
നമ്മോട് കലകളുടെ മഹത്വത്തെക്കുറിച്ച് സംസാരിക്കും. ടെറസിൽ നിന്ന് അറ്റാച്ച് ബാത്റൂമോട് കൂടിയ ഗസ്റ്റ് ബെഡ്റൂമിലേക്ക് വാതിൽ കൊടുത്തിട്ടുണ്ട്. ഗസ്റ്റ് ബെഡ്റൂമിന് മുന്നിലുള്ള കുരിശിന് മുകളിലെ വേൾഡ് ട്രേഡ് സെന്ററിന്റെ ഇൻസലേഷൻ വർക്ക് കലയുടെ സംവേദനക്ഷമത എടുത്തുകാട്ടും. പാവപ്പെട്ടവന്റെ രക്തത്തിൽ ചവിട്ടി നിന്നുകൊണ്ടുള്ള സാമ്രാജ്യത്വ ശക്തിയുടെ വളർച്ചയിലേക്കാണ് ഇൻസലേഷൻ വർക്ക് വിരൽ ചൂണ്ടുന്നത്. താഴെ നിന്ന് നോക്കുമ്പോൾ അപൂർണമായി തോന്നുന്ന വീടിന്റെ പൂർണ്ണരൂപം നമുക്ക് മനസ്സിലാവുക ഇവിടെ നിന്നാണ്. ഗ്ലാസ് ബ്രിക്സുകൾ റൂഫിന്റെ രൂപമാറ്റങ്ങളോട് ഇണചേർന്ന് നിൽക്കുന്നുണ്ട് ഇവിടെ. ഒരു വിഷുക്കാലത്തായിരുന്നു ഈ വീടിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ തുടങ്ങി. ചേട്ടനും കുടുംബവും ബോംബെയിൽ നിന്ന് ഇവിടെ വന്നിരിക്കുന്ന സമയത്ത് നല്ല മഴയായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ പഴയ തറവാട് വീട് ഓടിട്ട വീടായിരുന്നു. അത് ചോർന്നൊലിക്കുന്ന ഒരു അവസ്ഥയിൽ ചേട്ടൻ പെട്ടെന്ന് എന്നോട് പറഞ്ഞു, ഈ വീട് ഞാൻ പൊളിക്കാൻ പോവാം, നീ ഇവിടുന്ന് മാറി താമസിച്ചോളാൻ പറഞ്ഞു. എനിക്കൊരു പിടിയുണ്ടായിരുന്നില്ല. പറഞ്ഞ് അന്ന് രാത്രി തന്നെ ഏകദേശം ഇതിൻ്റെ ഡിസൈനൊക്കെ ചേട്ടൻ തയ്യാറാക്കി ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഇവിടുന്ന് മാറി താമസിക്കുകയായിരുന്നു. പിന്നീട് ആ പ്ലാനിൽ നിന്ന് ഇംപ്രവൈസ് ചെയ്തുണ്ടാക്കിയ മിനിയേച്ചറിൽ നിന്നായിരുന്നു ഇതിന്റെ വർക്കുകൾ. ഗൃഹാതുരത എന്നത് വാക്കിൽ മാത്രം ഒതുക്കാതെ പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരണമെന്നാണ് താൻ ആഗ്രഹിച്ചതെന്ന ബോസിന്റെ വാക്കുകൾ അർത്ഥവത്താക്കുന്നു ഈ വീട്ടിൽ നിറയുന്ന സന്തോഷം. I don't believe in hobbies. I believe in what I'm doing. അതെല്ലാ കാര്യത്തിലും വിശ്വാസമാണ്. വിശ്വാസത്തോട് കൂടിയിട്ട് ഈ ആർക്കിടെക്ചർ ഒന്നും നമ്മൾ പഠിച്ചിട്ടൊന്നുമില്ല. ഇറ്റ് ഈസ് എ സെൽഫ് ടോട്ട് തിങ്. അപ്പോൾ നമ്മളിൽ വിശ്വാസമുണ്ട്, പാരമ്പര്യത്തിൽ വിശ്വാസമുണ്ട്, അടിത്തറയിൽ വിശ്വാസമുണ്ടെങ്കിൽ നമുക്ക് എവിടെയും വളരാനുള്ള സാഹചര്യം ഉണ്ടാവും. ബോസ് കൃഷ്ണമാചാരി സ്നേഹം കൊണ്ട് അടയാളപ്പെടുത്തിയ ത്രിമാന കാഴ്ച തരുന്ന ഈ വീട് കേരളീയ വാസ്തു ചരിത്രത്തിന്റെ ഭാഗമായി വായിക്കപ്പെടും എന്നതിൽ സംശയമില്ല. ഇതിനൊപ്പം ഇനിയും നഷ്ടപ്പെടാത്ത സാഹോദര്യ സ്നേഹത്തിന്റെ മഹത്വം കൂടി വിവർത്തനം ചെയ്തു കൊടുക്കുന്നുണ്ട് ബോസ് കൃഷ്ണമാചാരി എന്ന വിശ്വകലാകാരൻ. സ്നേഹാർദ്രമായ ഹൃദയം പങ്കുവയ്ക്കുന്ന അതേ തീവ്രതയോടെ ഓർമ്മകളെ അടയാളപ്പെടുത്തുന്നത് എങ്ങനെയെന്ന് കാട്ടിത്തരുന്നു ഈ വീട്. പല നിറങ്ങളിൽ പൂത്തുവിടരുന്ന വസന്തകാല സ്വപ്നം പോലെ മനോഹരമായ ഈ വീട്ടിൽ നിന്നും നമ്മൾ ഇനി പോകുന്നത് സെക്കൻഡ് സെഗ്മെന്റായ ബിൽ ബെറ്റർ ഹൗസസിലേക്കാണ്. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം സ്വാഗതം സെക്കൻഡ് സെഗ്മെന്റ് ബിൽ ബെറ്റർ ഹൗസസിലേക്ക്. ഇന്നത്തെ ചോദ്യം അയച്ചിരിക്കുന്നത് മലപ്പുറത്ത് നിന്ന് ശ്രീ അഹമ്മദ് കുട്ടിയാണ്. അദ്ദേഹത്തിന്റെ സംശയം വുഡൻ പാനലിംഗ് ഫ്ലോറിങ്ങിന് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചാണ്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ നമുക്ക് ചോദിച്ചറിയാം ശ്രീ ദിലീപ് ജോസ് യോഗ്യ വീടിന്റെ അടുത്ത്. വുഡൻ ഫ്ലോറിംഗ് ഇന്ന് നല്ലൊരു ശതമാനം വീടുകളിൽ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് അതൊരു ട്രെൻഡായിട്ട് മാറിയിട്ടുണ്ട്. വുഡൻ ഫ്ലോറിംഗ് വീടിന്റെ മൊത്തം ഏരിയയിൽ നമ്മൾ വുഡൻ ഫ്ലോറിംഗ് ചെയ്യാറില്ല. ഏതെങ്കിലുമൊക്കെ ചില റൂമുകൾ, സെലക്ടഡ് ആയിട്ടുള്ള ചില റൂമുകളിൽ വുഡൻ ഫ്ലോറിംഗ് ചെയ്യാറുണ്ട്.